നമസ്കാരം. ഓണക്കാലത്ത് സാധാരണക്കാർക്ക് ആശ്വാസമാകുന്ന നടപടികൾ എടുക്കുമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജനങ്ങൾക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇതിനു വേണ്ടുന്ന നടപടികൾ ഇതുവരെ യാതൊന്നും തന്നെ നടന്നിട്ടില്ല എന്നതാണ് വിവരം. അതിനാൽ ഇത്തവണ മലയാളികളുടെ ഓണം അത്ര ഭേഷായിരിക്കില്ല എന്ന കാര്യം ഉറപ്പാകുകയാണ്. നിലവിൽ ഓണക്കാലത്ത് വിപണികളിൽ ഇടപെടാൻ തുച്ഛമായ വെറും 100 കോടി രൂപ മാത്രമാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ നൽകാനുള്ള 450 കോടി രൂപ ഉൾപ്പെടെ 650 കോടി രൂപ കുടിശ്ശിക ഉള്ളപ്പോഴാണ് വെറും 100 കോടി രൂപ കൊടുത്ത് സർക്കാർ കൈ കഴുകിയതെന്നത് ഇവിടെ ശ്രദ്ധേയമാകുകയാണ്. ഇതേ തുടർന്ന് ടെൻഡർ സ്വീകരിക്കാൻ ആരും മുന്നോട്ട് വരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഓണക്കാലമാകാൻ ഇനി മാസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നൊരു സാഹചര്യത്തിലാണ് ഈ ഒരു പ്രതിസന്ധി ശ്രദ്ധയിൽപ്പെടുന്നത്. എന്തായാലും അനുവദിച്ച 100 കോടി രൂപ കൊണ്ട് ഓണവിപണിയിൽ ഇടപെടാൻ സാധ്യമല്ല എന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഭക്ഷ്യവകുപ്പ് അറിയിച്ച കാര്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുമൊന്നും കേട്ട ഭാവം കാണിക്കാൻ ഇന്ന് ആരും തയ്യാറല്ല എന്നതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ഓണത്തിന് മുമ്പ് വിതരണക്കാർക്ക് നൽകാനുള്ളത് 450 കോടി രൂപയാണ് എന്നതാണ് കണക്ക്. അന്ന് സർക്കാർ നൽകിയത് വെറും 70 കോടി രൂപ മാത്രമായിരുന്നു. സർക്കാർ നൽകിയ ഗ്യാരണ്ടിയിലാണ് വിതരണക്കാർ ഓണവിപണിയിൽ സാധനം എത്തിച്ചത്. അന്നത്തെ കുടിശ്ശികയും ഇതുവരെ നൽകാൻ ഇടതു സർക്കാരിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. അതെല്ലാം കൂടെ കൂട്ടി ഇപ്പോൾ 650 കോടി രൂപ ആവശ്യമുള്ള സ്ഥാനത്താണ് ഓണം ഫെയർ നടത്തണമെങ്കിൽ 500 കോടി രൂപ വേണമെന്ന് ഭക്ഷ്യവകുപ്പ് പറയുന്നത്. എന്നിട്ട് പോലും സർക്കാർ വെറും 100 കോടി രൂപയാണ് അനുവദിച്ചത് എന്നത് ഇവിടെ ഏറ്റവും വലിയ വെല്ലുവിളിയായി മാറുകയാണ്. എന്തായാലും ആ 100 കോടിയുടെ പിൻബലത്തിൽ ടെൻഡർ വിളിച്ചപ്പോൾ ഒരു വിതരണ ഏജൻസിയും പങ്കെടുത്തില്ല എന്നതാണ് വിവരം. ഇതേ തുടർന്ന് നാടുനിലെ ശൂന്യമായി കിടക്കുകയാണ് സപ്ലൈകോകൾ എന്നതും യാഥാർത്ഥ്യമാണ്. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേര് പറഞ്ഞ ധനവകുപ്പും ഭക്ഷ്യവകുപ്പും ഈ ഒരു വിഷയമൊക്കെ വലിയ രീതിയിൽ ചർച്ചയാക്കുന്നതും തമ്മിൽ വിയോജിപ്പുകൾ ഉണ്ടാകുന്നതുമൊക്കെ നാം ഓരോ ദിവസവും അറിയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഭക്ഷ്യമന്ത്രിക്ക് അനുകൂലമായ നിലപാട് എന്ന രീതിയിൽ ധനവകുപ്പ് മന്ത്രിയായിട്ടുള്ള കെ എൻ ബാലഗോപാൽ വിചാരിച്ചാൽ പോലും യാഥാർത്ഥ്യമാക്കാൻ ഒന്നും തന്നെ സാധിക്കാത്തൊരവസ്ഥയാണ് പോകുന്നത്. അതായത് ഇന്ന് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കുക എന്നതിന്റെ പേരിൽ ചട്ടം 300 പ്രയോഗിച്ചതിന്റെ പേരിൽ ധനവകുപ്പ് മന്ത്രി ഇപ്പോൾ വെറും നോക്കുകുത്തിയാകുന്ന ഒരു സാഹചര്യമാണ്. ധനമന്ത്രി എന്ന പേര് മാത്രമാണ് കെ എൻ ബാലഗോപാലിന് ഇന്നുള്ളത്. വിവാദങ്ങൾക്ക് മറുപടി പറയുക, ജനങ്ങൾ ചോദിക്കുമ്പോൾ മറുപടി പറയുക എന്നതല്ലാതെ മറ്റ് യാതൊരുവിധ നടപടികളും എടുക്കാൻ ഇപ്പോൾ ധനമന്ത്രിക്ക് സാധിക്കില്ല. ചട്ടം 300 പ്രകാരം മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള കെ എം എബ്രഹാമാണ് ഇന്ന് ധനവകുപ്പിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി തന്നെ നേരിട്ടാണ് ഇന്ന് ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്ന് ചുരുക്കം. അങ്ങനെ ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി ആകുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊന്നും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം മുഖ്യമന്ത്രിക്ക് എന്നും ആർഭാടവും ആഘോഷവും മാത്രമാണ് പ്രധാനം. കേരളീയമൊക്കെ നടത്താൻ പോകുന്നത് അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതുകൊണ്ട് തന്നെ കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന് പറയുന്ന പഴഞ്ചൊല്ലൊക്കെ ഒന്നുമല്ലാതാകുന്ന സാഹചര്യമാണ്. ഓണം ഉണ്ണാൻ പോയിട്ട് ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകാൻ കേരളത്തിന് ഇനി അധിക ദൂരമില്ല എന്നുള്ളൊരു സാഹചര്യമാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ ഒരു വരാൻ പോകുന്ന ഓണക്കാലത്ത് സർക്കാർ ജനങ്ങൾക്ക് ആശ്വാസമാകുന്ന രീതിയിലുള്ള നടപടികൾ ഉണ്ടാക്കുമെന്നും സപ്ലൈകോയും മറ്റ് റേഷൻ വിതരണ സംവിധാനങ്ങളും ഒക്കെ കൂടുതൽ ശക്തമാക്കുമെന്നും ഒക്കെ ഭക്ഷ്യവകുപ്പ് ശ്രമിക്കുമ്പോൾ പോലും പാർട്ടിയുടെ അതേ നേതാക്കന്മാരിൽ ഒരാളായിട്ടുള്ള മുഖ്യമന്ത്രി ഉൾപ്പെടെ മനസ്സ് വെക്കാത്തതിനാൽ ഈ തവണത്തെ ഓണം കുളമാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്.